വെൽക്കം ബാക്ക്. മുഞ്ചിത് സാറാണ്. എടാ 8ാം ക്ലാസ് സ്കൂള് പുതിയ ക്ലാസ്സാണ്, പുതിയ സ്കൂളായിരിക്കാം. ചില കുട്ടികൾക്കൊക്കെ പുതിയ ബുക്ക്, പുതിയ ബെഞ്ച്, പുതിയ കൂട്ടുകാർ, പുതിയ ടീച്ചർ അല്ലേ, നമ്മളൊന്ന് അഡാപ്റ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം സ്കൂൾ തുറന്നിട്ട് നമുക്കൊരു 3 ആഴ്ച കഴിഞ്ഞു അല്ലേ. മക്കളെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്കൂളിലെ ജീവിതം? ഒന്ന് കമൻറ്റ് ചെയ്യോ. അതായത് പുതിയ സ്കൂളായിരിക്കും കുറേ ആളുകൾക്ക് അല്ലേ, അല്ലെങ്കിൽ മൊത്തത്തിൽ എന്തെങ്കിലും പുതുമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ അഡാപ്റ്റ് ആയിട്ടുണ്ടോ? ഓക്കെ ആയോ? നിങ്ങൾ മൊത്തം സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ ഓക്കെ ആയിട്ടുണ്ടോ? സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്താണ് കാര്യങ്ങൾ? ഒന്ന് കമൻറ്റ് ചെയ്യുക. അഥവാ ഒരു ഓക്കെയോ റെഡിയാണ് സാറേ, സെറ്റാണെന്ന് ഒരു ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതല്ല പക്ഷേ ഓക്കെ ആവുന്നേ ഉള്ളൂ, ഒരു ഓക്കെ ഫീൽ എത്തിയിട്ടുള്ളൂ, ഒന്നുകൂടി ആവാനുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ദെൻ പക്ഷേ എനിക്ക് ഇഷ്ടമല്ല സ്കൂൾ, എനിക്ക് വേണ്ടായിരുന്നു അല്ലേ, എനിക്ക് പഠിത്തമൊന്നും വേണ്ട, കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. സോ നിങ്ങളെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എനിക്കിതൊക്കെ നോക്കിയിട്ട് കൂടുതൽ വീഡിയോ ചെയ്യാനൊക്കെ സഹായിക്കും. ദെൻ ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പച്ച ഹാർട്ട് നിറയണം എന്നുള്ളതാണ്. സോ നിങ്ങളെല്ലാവരും മക്കളെ ഉഷാറായിട്ട് എൻജോയ് ചെയ്ത് സ്കൂളിലൊക്കെ പോവുക. ക്ലാസ് റൂമിൽ നമ്മൾ ഫ്രണ്ട്സിനൊപ്പമുള്ള മുഹൂർത്തങ്ങളൊക്കെ എന്ത് ചെയ്യുക, മെമ്മറീസൊക്കെ മാക്സിമം എൻജോയ് ചെയ്തോ. വരുന്ന ദിവസങ്ങളിൽ ഓണം എക്സാം വരാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞൊരു യൂണിറ്റ് ടെസ്റ്റ് അല്ലേ, യൂണിറ്റ് ടെസ്റ്റ് ആദ്യം വരും, പിന്നെ മിഡ് ടേം വരും, പിന്നെ ഓണം ഒക്കെ ആകെ ഇങ്ങനെ സ്ട്രെസ് മുകളിലോട്ട് ഇങ്ങനെ മാറുകയാണ്. സോ ഇപ്പോൾ തന്നെ മാക്സിമം മക്കളെ എൻജോയ് ചെയ്ത് പോയിക്കോട്ടോ. സോ നമ്മുടെ മുന്നിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഓണം എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഇല്ലേ, അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓഗസ്റ്റ് 13 എന്ത് ചെയ്യടാ, ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യും. സോ നമ്മുടെ മൈൻഡിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളാണ്. മാഷേ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഓണം എക്സാമിന് ഉണ്ടായിരിക്കുക? രണ്ടാമത്തെ ചോദ്യം, മാഷേ എത്ര മാർക്കിന് ചോദ്യം ഉണ്ടായിരിക്കുക? മൂന്നാമത്തെ ചോദ്യം, ഇതൊക്കെ എങ്ങനെയാണ് സാറേ പഠിച്ച കുടുങ്ങി അല്ലേ, ഇതൊക്കെ എങ്ങനെ സാർ എന്തെങ്കിലും പറഞ്ഞു തരും, ഇത് എങ്ങനെ ഇതെത്തപ്പോൾ എന്താ ചെയ്യുക അല്ലേ, ആകെ കയ്യിൽ കുടുങ്ങി നിൽക്കുകയാണ് മാഷേ, കുടുങ്ങിയിരിക്കണു. ഇങ്ങനെ ഒരു മൂടകരങ്ങൾക്ക് ഉണ്ടാവില്ലേ, ഒന്നും പേടിക്കണ്ട. സുലുലു മനസ്സിലായില്ലേ? ഒന്നും മനസ്സിലായില്ലേ? കമോൺ വരൂ മക്കളെ, നോക്കിക്കേടാ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ബയോളജിയിൽ നമ്മുടെ ബേസിക് സയൻസ് ആണ്, നമുക്ക് സയൻസിൽ പഠിക്കാം. അതിൽ തന്നെ ബയോളജി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കുക 6 പാഠങ്ങളാണ്. ഇതിൽ 2 പാഠങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിക്കുള്ളൂ. ഹാപ്പി ആയില്ലടാ, ആകെ 2 പാഠേ ബയോളജിയിൽ പഠിക്കാനുള്ളൂ. ഏതൊക്കെയാടാ പാഠം? ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ദ ഗുഡ് നെറ്റ്സ്, നട്ട് നനക്കാം നന്മകൾ കൊയ്യാന്ന് പറയുന്ന ഒന്നാമത്തെ സിമ്പിൾ ചാപ്റ്ററും, രണ്ടാമത്തെ അതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ജീവികളുടെ ഉത്ഭവം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും കേട്ടോ ഓണം എക്സാമിന്. ചാപ്റ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, സാറേ എത്ര മാർക്കിനാണ് ചോദ്യം ഉണ്ടായിരിക്കുക അല്ലേ? അങ്ങനെ ചോദ്യം ഉണ്ടാവില്ലടാ മക്കളെ, നോക്കിക്കേടാ. നമുക്ക് 8ാം ക്ലാസ്സിൽ ബയോളജിക്ക് 20 മാർക്കിൻ്റെ ചോദ്യമാണ് ഉണ്ടായിരിക്കുക. മൊത്തത്തിൽ BS അഥവാ ബേസിക് സയൻസിൽ 60 മാർക്കാണ് ചോദിക്കുക. അതിൽ ബയോളജിക്ക് 20 മാർക്ക്, ദെൻ ഫിസിക്സിന് 20 മാർക്ക്, കെമിസ്ട്രിക്ക് 20 മാർക്ക്. ഇങ്ങനെ മൊത്തം 60 മാർക്കിലാണ് BS ചോദ്യങ്ങൾ ചോദിക്കുക. റെഡിയാണല്ലോ മക്കളെ? സോ ആകെ 20 മാർക്ക് നമുക്ക് ബയോളജിക്ക് ഫുൾ മാർക്ക് വാങ്ങാനും ആവശ്യമുള്ളൂ. അതിൽ 10 മാർക്ക് ഒന്നാമത്തെ പാഠത്തിന് ചോദിക്കും, ബാക്കി 10 രണ്ടാമത്തെ പാഠത്തിന് ചോദിക്കും. സിമ്പിൾ ചാപ്റ്റേഴ്സ് ആടാ, നമ്മൾ സെറ്റാക്കി തരും. റെഡിയല്ലേ? അടുത്തത്, മാഷേ എങ്ങനെ ഇതൊക്കെ ഒന്ന് പഠിക്കുക, സാറൊന്ന് പറഞ്ഞു തരുമോ? ഇത് കുറേ ഉണ്ടല്ലോ അല്ലേ. സോ മക്കൾസെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കാണാണ്ട് പഠിക്കണ്ട. ഒരുപാട് ആൾക്കാർ ബയോളജി നല്ല ഇഷ്ടമായി കാരണം, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ബയോളജി ഇഷ്ടമില്ല. ഇങ്ങനത്തെ 2 വെറൈറ്റി ആൾക്കാരാണ് ബയോളജിയുടെ കേസിൽ കൂടുതലുള്ളത്. ഇതാണ് ബയോളജിയുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. കാരണം ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ ബയോളജി വളരെ സിമ്പിളാണ്. അങ്ങനെ നിങ്ങൾ കാണാണ്ട് പഠിക്കണ്ട. ഒരു ടോപ്പിക്ക് കിട്ടിയാൽ അത് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ എഴുതിയാൽ മതി. അത് മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നിങ്ങൾ ഗ്രാമറുകളോ അല്ലെങ്കിൽ അക്ഷരത്തെറ്റോ ഒന്നും നിങ്ങൾ മെയിൻറ്റേ വേണ്ട. ഇത് മലയാളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷും നല്ല ഗ്രാമറും അക്ഷരത്തെറ്റും നോക്കണം. ഇത് ബയോളജി അല്ലേ, ഇവിടെ കണ്ടന്റ് നിങ്ങൾക്ക് അറിയോ, അതിന് മാർക്ക് തരും. ചെറിയ അക്ഷരത്തെറ്റോ ചെറിയ ഗ്രാമർ മിസ്റ്റേക്കോ ഒരു പ്രശ്നമില്ല. റെഡിയല്ലേ? രണ്ടാമത്തെ കാര്യം, പിക്ചേഴ്സ് നല്ല രീതിയിൽ ചോദ്യം വരാറുണ്ട്. സോ പ്രധാനപ്പെട്ട ചിത്രങ്ങളൊക്കെ നോക്കി വെക്കുക. അതിൽ നിന്നിട്ടാണ് പ്രധാനപ്പെട്ട 3 മാർക്കിൻ്റെ ഒക്കെ ചോദ്യം വരാറുള്ളത് സാധാരണയിൽ. സോ അതൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ, വളരെ വൃത്തിയായിട്ട് പഠിക്കുക. ആൻഡ് മൂന്നാമത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, ടെക്സ്റ്റ് വെച്ചിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് കുട്ടികൾ കുറേ ഗൈഡുകൾ കിട്ടും, നമ്മുടെ വി ഗൈഡ്, ലേബർ ഇന്ത്യ അല്ലെങ്കിൽ മറ്റു പബ്ലിക്കേഷൻസ് ഒരുപാട് ഗൈഡുകൾ കിട്ടും. അത് ഉപയോഗിച്ച് പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട്. സോ അതൊരു തെറ്റാണ് എന്നല്ല, പക്ഷേ ഏറ്റവും ബെറ്റർ ഐഡിയ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഉപയോഗിച്ച് പഠിച്ചിട്ട് ഡൗട്ടുകളും മറ്റു കാര്യങ്ങളും നോക്കാൻ ഗൈഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഗൈഡ് തീരെ ഉപയോഗിക്കേണ്ട എന്നല്ല കേട്ടോ. പക്ഷേ ഏറ്റവും ബെറ്റർ എന്താടാ, ടെക്സ്റ്റ് നോക്കി പഠിക്കുക, ഡൗട്ട് അവിടെ നോക്കി ക്ലിയർ ചെയ്യുക. ഓക്കെ അല്ലേ? കാരണം ടെക്സ്റ്റിലെ വാക്കുകൾ അതുപോലെ ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരിക ക്വസ്റ്റ്യൻ പേപ്പറിൽ. പക്ഷെ ഗൈഡിലൊക്കെ ചില വാക്കുകളൊക്കെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ടാവും.
സോ ആ വാക്ക് പഠിച്ചു പോയിട്ട് ക്വസ്റ്റ്യനിൽ വേറെ വാക്ക് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കൂല. സോ മക്കൾസ് മാക്സിമം ടെക്സ്റ്റ് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മക്കളെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. ബയോളജി എന്നല്ല, ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ സോഷ്യൽ ഏതും ആവട്ടെ, നമ്മളതൊക്കെ സെറ്റ് ചെയ്യും. മക്കളെ 8ാം ക്ലാസ് പറഞ്ഞാൽ ഹൈസ്കൂൾ ജീവിതത്തിൻ്റെ തുടക്കമാണ്. മക്കളെ തുടക്കത്തിൽ നിന്നേ തുടങ്ങിയാൽ നേരത്തെ നമുക്ക് ഫിനിഷ് ചെയ്യാം. ആദ്യം ഓടി തുടങ്ങിയാൽ ബാക്കിയുള്ളവർ ഓടുന്നത് മുന്നേ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ മക്കൾസെ ഓണം എക്സാം വരാൻ വേണ്ടി പോവാണ്. ബാക്കിയുള്ളൊരു ഓണം എക്സാമിനെ പറ്റി ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള പാഠങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം. റെഡി അല്ലേടാ? സോ മക്കൾസ് ആർക്കെങ്കിലും പഠിക്കാൻ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ, ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ് എജുപോഡിൻ്റെ പുതിയ സൂപ്പർ ബാച്ച്. അഥവാ ജൂൺ വരുന്ന ജൂൺ 22 മക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാ, ജൂൺ 19 കേട്ടോ. ജൂൺ 19 പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നോക്കിക്കടാ, ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. നമ്മൾ പെരുന്നാക്കും ഓണത്തിനൊക്കെ ഡ്രസ്സ് എടുക്കൂലേ, 2 കുപ്പായും പാൻറ്റും വാങ്ങുന്ന പൈസ മാത്രം കൊടുത്താൽ 8ാം ക്ലാസ് നമ്മുടെ കയ്യിന് ഉള്ളിൽ കിടക്കും, ദബ്ബടെ കിടക്കും, ഇങ്ങനെ പിടിക്കുക. റെഡി ഇല്ലേടാ? 8ാം ക്ലാസ് നമ്മൾ പുതിയ സ്കൂളിൽ പുതിയ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ഓണ പരീക്ഷ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പരീക്ഷയാണ്. സോ ആ പരീക്ഷയ്ക്ക് മെയിൻ ആവാൻ വേണ്ടി പറ്റും, ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. സോ മക്കൾസ് എജുപോഡിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കും. ലൈവുകളുണ്ട്, നമുക്ക് ഡൗട്ട് ക്ലിയറൻസുകളുണ്ട്, സൂം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഓണം എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ 3 വട്ടം എക്സാം എഴുതിച്ച് ഓണം എക്സാം വരാൻ സാധ്യതയുള്ള പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പറഞ്ഞു തന്നിട്ടേ നിങ്ങളെ പരീക്ഷയ്ക്ക് കൂടുള്ളൂ. ഇതാണ് മക്കളെ എജുപോഡിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന, ഏറ്റവും സ്കോർ വരുന്ന ബാച്ചാണ് സൂപ്പർ ബാച്ച്. ഇതിൻ്റെ അവസാനത്തെ ബാച്ചായിരിക്കും മിക്കവാറും ഇത്. സോ മക്കളെ ജോയിൻ ചെയ്യാൻ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ഇപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം, കമൻറ്റ് ബോക്സിൽ ലിങ്ക് കാണും, അതിലൊന്നും നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ക്ലാസ് മാത്രം കൊടുക്കുക. അതെന്താ മാഷേ മക്കളെ, അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തേക്ക് ഒരു പുതിയ റൂട്ടിൽ തിരിച്ചു വിടാനുള്ള ഒരു ലിങ്കാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മാഷെ ഞാനിപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല മക്കളെ, ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിടുക. കാരണം ഓണം എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നീട് ജോയിൻ ചെയ്യാൻ ആഗ്രഹം വരികയാണെങ്കിലോ, നമുക്കറിയില്ലല്ലോ, സോ പിന്നെ ആഗ്രഹം വരികയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓഫർ പ്രൈസ് എന്ത് ചെയ്യും, നമ്മുടെ ബാച്ച് ലഭിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒറിജിനൽ പ്രൈസോട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ മക്കൾസ് എന്ത് ചെയ്യടാ, ഓഫർ പ്രൈസിൽ പിന്നീട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ അതിൽ തന്നെ ആ ലിങ്ക് ഒന്ന് ഫില്ലാക്കി വെക്കുക കേട്ടോ. സോ മക്കൾസ് ഉഷാറായിട്ട് പഠിച്ചോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കുക, നമ്മളെല്ലാ ഡൗട്ടിനും നിങ്ങൾക്ക് ക്ലിയറൻസ് തരുന്നതായിരിക്കും കേട്ടോ. സോ ഉഷാറായിട്ട് പഠിക്കുക. 8ാം ക്ലാസ്സാണ്, ഹൈസ്കൂളിൻ്റെ ആരംഭമാണ്. മാക്സിമം എൻജോയ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഉഷാറായിട്ട് പഠിക്കുകയും ചെയ്യുക. സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.